2 ദിവസത്തെ പണി മുടക്കിന് ശേഷം സൂര്യട്ടൻ നല്ല പവർഫുള്ളിലാണ്ടാ. നമ്മൾ ഇന്ന് സൺസ്ക്രീം ഇട്ട് വന്ന അറിഞ്ഞണ്ടാണോ ഈ ഒരു പണി നമുക്ക് അന്നെന്നറിയില്ല. നല്ല മുട്ടൻ വെയിലാണ്. ഞാൻ ചുമ്മാ പറഞ്ഞാന്ന് ചോദിച്ചല്ലേ, സൂര്യട്ടൻ്റെ ഒരു ഷൈനിങ് ഉണ്ടാ നിങ്ങൾ. അപ്പം ഇന്ന് ഈ കാണുന്ന ബംഗ്ലാവിലാണ് കലാപരിപാടി. ബംഗ്ലാവ് ഭയങ്കര വിജൃംഭിച്ചാണ് തന്നെ ഒരുപാട് നടക്കാനുണ്ട്. ഇടയ്ക്കൊരു വണ്ടി വരും കേട്ടോ. ഇന്നാണെങ്കിൽ അതും കാണുന്നില്ല, അല്ലെങ്കിൽ അതിൽ കയറി പോയിരുന്നു. ഗുരുദേവനെ കണ്ട ഒരു അനുഗ്രഹവും വാങ്ങി ഇന്നത്തെ വർക്ക് തുടങ്ങുവാണ്ട. വെയിറ്റിങ്ങും ക്ഷമയും വേണ്ട നമ്മുടെ ഈ ഒരു ജോലിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ. ഇതുള്ളവർക്ക് ഈ ഒരു മേഖലയിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ശനിയാഴ്ച ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ അധികം ആളുണ്ടാവില്ല എന്ന് വിചാരിച്ച് വന്നതാണ്. ഇന്നാണെങ്കിൽ പൊരിഞ്ഞ തിരക്ക്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും തിരക്ക് കൂടി വരുമ്പോൾ നമ്മൾ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇങ്ങനെ യാത്രയാവേണ്ട. അതായത് ENT ചെസ്റ്റിലേക്ക്, ചെസ്റ്റിൽ നിന്ന് ഫിസിഷ്യനിലേക്ക്, ഫിസിഷ്യനിൽ നിന്ന് പീഡിയാട്രിക്കിലേക്കിട്ട ആ ഒരു യാത്രയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഈ ഒരു കാഴ്ച കാണുമ്പോഴാണ് കുറച്ച് മനസ്സിനൊരു കുളിരണിയുന്നത് കേട്ടോ. അതെന്താന്ന് പിന്നെ പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ വീണ്ടും വെയിറ്റിങ്ങിലാണ് കേട്ടോ. ഇത്രയും വെയിറ്റ് ചെയ്യാൻ താൻ എന്താ വല്ല വെയിറ്ററാണെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ കേട്ടോ. പേഷ്യൻ്റ് കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു വെയിറ്റിങ് നമ്മുടെ കാരണന്മാരായിട്ട് തുടങ്ങിയാണ്ട ഈ ഒരു പ്രൊഫഷനിൽ. അപ്പോൾ അത് നമ്മൾ തുടർന്ന് പോകുന്നു എന്ന് മാത്രം. അല്ലെങ്കിൽ നമ്മുടെ മുതുമുത്തച്ഛന്മാർക്ക് ഒരു വിഷമായാലോ. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം എത്തിയിട്ടാ മനസ്സിനെ കുളിരണിയിപ്പിക്കുന്ന ഇവിടെ നിന്നൊരു ചായയും കഴിച്ച് ഒരു കടിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അത് വേറെ ഒന്നും തന്നെ ഉണ്ടാ. ഇപ്പം അവരാണെങ്കിൽ കുറച്ച് നല്ല ഇരിക്കാനൊക്കെയുള്ള സൗകര്യം സെറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ജോലി ചെയ്യാനല്ലാതെ ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ ആരും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഈ ഒരു സ്ഥലം മനസ്സിലായവരും ഇവിടെ നിന്ന് ചായ കഴിച്ചിട്ടുള്ളവരും ഇവിടെ വന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിച്ചോളൂ കേട്ടോ. ഞാനപ്പോൾ വെയിറ്റിംഗ് തുടരുകയാണ്.